ഈ പുണ്യമായ ഈ ഒരു സമയത്ത് ഇന്നു മുതൽ നമ്മൾ ഇൻഷാ അല്ലാഹ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എല്ലാവിധ ഖൈറുണ്ടാകും. പലപ്പോഴും ഇത് നിസ്സാരമാണെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി എടുത്ത് ഇന്നു മുതൽ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിൽ വെച്ചടി കയറ്റം ഇൻഷാ അല്ലാഹ് ഉണ്ടാകും. ശ്രദ്ധിക്കേണ്ടത് അമിതമായി പകലിൽ കിടന്നുറങ്ങുക പല ആളുകൾക്കുള്ള സ്വഭാവമാണ്. ചിലപ്പോൾ രാത്രി മൊത്തവും ജോലി ചെയ്ത് ക്ഷീണിച്ച ആളുകളാണെങ്കിൽ പകൽ ഉറങ്ങുന്ന അതിന് നോക്കി എന്താണ് ക്ഷീണം കൊണ്ട് ഉറങ്ങുന്ന പറയാം. ഇതല്ല, വെറുതെ കിടന്നുറങ്ങുക, ഉറങ്ങുന്ന സമയത്ത് നഗ്നനായി കിടന്നുറങ്ങുക, അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. ആ രണ്ട് സ്വഭാവവും ഒരിക്കലും കൊള്ളൂല. പ്രത്യേകിച്ച് വീട്ടിൽ സ്ത്രീകൾ, പുരുഷന്മാർക്ക് ചെയ്യാമെന്നല്ല, സ്ത്രീകൾ അങ്ങനെ പകലിൽ കിടന്ന് ഉറങ്ങാൻ പാടില്ല. ഉറങ്ങിയാൽ ആ വീട്ടിലൊരു ബറക്കത്ത് കേട് ഉണ്ടാകുമെന്ന് നമുക്ക് മശായിഖന്മാർ പഠിപ്പിച്ചു തരുകയാണ്. അത് പുരുഷന്മാരും ശ്രദ്ധിക്കണം, സ്ത്രീകളും ശ്രദ്ധിക്കണം. കാരണം വീട്ടിൽ ഒന്നാമത് സുബഹി നമസ്കാരത്തിന് ഉടൻ തന്നെ കിടന്നുറങ്ങാൻ പാടില്ല. സുബഹി നമസ്കാരം കഴിഞ്ഞ് ആ സൂര്യനൊക്കെ ഒന്ന് ഉദിച്ച് കഴിഞ്ഞിട്ടേ നമുക്ക് ക്ഷീണമുണ്ടെങ്കിൽ കിടക്കാൻ പാടുള്ളൂ, ഉടൻ തന്നെ കിടക്കാൻ പാടില്ല എന്നാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെയോ അസറിന് ശേഷം അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിൽ കിടന്നുറങ്ങാൻ പാടില്ല എന്നാണ്. മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ കിടന്നുറങ്ങാൻ പാടില്ല. വല്ലപ്പോഴും ഉറങ്ങിപ്പോയി ക്ഷീണം കൊണ്ട് ആ കാര്യമല്ല പറയുന്നത്. അങ്ങനെ സ്ഥിരമായി ചെയ്താൽ വീട്ടിൽ ഒരു ബർക്കത്ത് ഉണ്ടാവില്ല, വീട്ടിൽ ശൈത്താൻ വന്ന് കൂടുകൂട്ടുമെന്നാണ്. അള്ളാഹു കാക്കട്ടെ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് താഴെ വീണു പോകുന്ന ഭക്ഷണം നിസ്സാരമാക്കുക. നമ്മളിങ്ങനെ ചോറെടുത്ത് വായിലേക്ക് വെക്കുമ്പോൾ ഒന്ന് രണ്ട് ചോറ് താഴെ പോകും, ആ പോട്ടെ, നമ്മൾ കാണും ചോറ് താഴെ കിടക്കുന്നത്, അത് പോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ നിസ്സാരമാക്കി കളയും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കടലക്കറിയാണ് കഴിക്കുന്നത്, ഒരു കടല നമ്മൾ വായിലേക്ക് വെക്കുമ്പോൾ ഒരു കടല തെറിച്ച് നമ്മുടെ പ്ലേറ്റിന്റെ താഴേക്ക് വീണു, നമ്മൾ ആ നോക്കിയിട്ട് അവിടെ കിടക്കട്ടെ, അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല, നമ്മൾ വേറെ എന്തോ വലിയ തിരക്കില്ല. അങ്ങനെ പാടില്ല. ആ താഴെ പോയ ചെറുതാവട്ടെ വലുതാവട്ടെ ഭക്ഷണ സാധനങ്ങൾ അതെടുത്ത് തിരിച്ച് നമ്മൾ പ്ലേറ്റിലേക്ക് ഇട്ട് അത് നമ്മൾ കഴിക്കണമെന്നാണ്. അപ്പൊ താഴെ പോയ ഭക്ഷണം അതെന്താണ്, വളരെ പ്രാധാന്യത്തോടു കൂടി നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടുത്ത് കഴിച്ചിരുന്നു. അപ്പൊ നബിതങ്ങളുടെ സുന്നത്താണത്. ആ സുന്നത്തിനെ നിസ്സാരമാക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു തരത്തിലുള്ള ബർക്കത്തും ഉണ്ടാവില്ല, അള്ളാഹുവിന്റെ വലിയ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും. പടച്ച റബ്ബ് കാക്കട്ടെ. നാലാമത്തെ